ഹലോ ഫ്രണ്ട്സ്, 4 മാസം മുന്നേ നമ്മുടെ വീഡിയോസ് കണ്ട് ഇടുക്കിയിൽ നിന്ന് മെസ്സേജ് ആണ് ഐഫോൺ 15 പ്രോ ഓട്ടോ അപ്ഡേറ്റ് ശേഷം ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. ആപ്പിൾ സർവീസ് സെന്ററിൽ കാണിച്ചപ്പോൾ വലിയ എമൗണ്ട് ആണ് പറഞ്ഞത്. ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം കേസുകൾ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ടും നമ്മൾ ചെയ്യാനുള്ള ഫുൾ എക്യുപ്മെന്റ്സ് ഉള്ളതുകൊണ്ടും ഹൈ കോൺഫിഡൻസിൽ യെസ് കൊടുത്തു. വെറും 2500 രൂപയ്ക്ക് ആപ്പിൾ കെയർ കൊടുത്ത ടെസ്റ്റ് റിപ്പോർട്ടും കസ്റ്റമർ അയച്ചു തന്നു. അവരുടെ സർവീസ് പ്രൊസീജിയേഴ്സ് ആണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. ആദ്യം അവർ ഡിവൈസ് റീസ്റ്റോർ ചെയ്തു, പുതിയ അപ്ഡേഷനിലേക്ക് iOS പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ഒന്നും ഉണ്ടായി. സ്റ്റെപ്പ് 2 അവർ ഡിസ്പ്ലേ അഴിച്ചു, അതിന്റെ കണക്ടറൊക്കെ ചെക്ക് ചെയ്തു, വീണ്ടും റീപ്ലേസ് ചെയ്തു. എന്നിട്ടും റെഡി ആവാതായപ്പോൾ ഡിവൈസ് ഹാർഡ് റീസെറ്റ് ചെയ്തു. അപ്പം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡാറ്റ പോയി എന്നല്ലാതെ ആ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഫൈനലി അതിനകത്ത് വാട്ടർ ഡാമേജോ ഫിസിക്കൽ ഡാമേജോ ഇല്ല എന്നവർ സമ്മതിക്കുകയും ഇത് അപ്ഡേഷൻ ഇഷ്യൂ ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടും വാറണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ലാത്തതിനാൽ 31,000 രൂപയ്ക്ക് നിങ്ങൾ ഡിസ്പ്ലേ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അവർ കസ്റ്റമർ ഒഴിവാക്കിയെന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഞങ്ങളുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്തരം കേസിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് വേറൊരു ഡിസ്പ്ലേ വെച്ച് മദർ ബോർഡിന്റെ ഇഷ്യൂ ആണോ ഡിസ്പ്ലേ ഇഷ്യൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. മദർ ബോർഡ് ഇഷ്യൂ അല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഡിസ്പ്ലേയിൽ ഓരോ പ്രൊസീജിയേഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഡിവൈസും ഇതിനോടൊപ്പം വന്ന 13 Pro Maxും ഇത് രണ്ടും ഫ്ലക്സും റീപ്ലേസ് ചെയ്തപ്പോൾ ഡിവൈസ് രണ്ടും റെഡിയായി, വർക്കിംഗ് കണ്ടീഷനായി. അപ്പോൾ നമുക്ക് ഇനി കസ്റ്റമറോട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. എന്താണ് എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. 15 Pro അപ്ഡേഷന് ശേഷം കംപ്ലൈൻറ്റ് വന്നു, ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ഇപ്പോൾ ഒന്ന് പൂർണ്ണ സംതൃപ്തരാണ്. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വർക്കിംഗ് അല്ലേ? പക്കല്ലേ? അതെ അതെ. നമ്മൾ പ്രൈസ് നിങ്ങൾക്ക് അവിടെ 32,000 ആണ് ബില്ല് ഇട്ടത്. ഇത് വലിയൊരു ആശ്വാസമായി, എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ഐഫോണിലെ എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും, ടച്ച് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേ ഇഷ്യൂ ആണെങ്കിൽ, കളറിംഗ് ഇഷ്യൂ ആണെങ്കിലും, എന്താണെങ്കിലും നമുക്ക് ഡിസ്പ്ലേ മാറാതെ തന്നെ പരിഹരിക്കാവുന്നതാണ്. പേജ് ഇതാണ്, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.